ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയുള്ളവർ എല്ലാവരും സുഖന്നല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു അൽഹംദുലില്ലാ. ഇത് ഹൈദരാബാദിൽ നിന്ന് വന്ന പിറ്റേന്നത്തെ വ്ളോഗ്. അന്ന് ഞാൻ എടുത്തിട്ടുള്ള വ്ളോഗ് സുസ്തായിട്ടുണ്ടായി വച്ചിട്ട്. ഇത് കണ്ണ ചായ കൊടുത്തോണ്ട് എൻ്റെ ഹസ്ബൻഡിനെ ചില്ലെങ്കിൽ പാൽ വിത്ത് ചായ കുടിക്കുന്നില്ല. മോർണിംഗ് തന്നെ കാലി ചായ കൊടുത്തോളൂ ഞാൻ. പിന്നെ അല്ലാതെ ഇന്ന് പുറത്ത് ക്ലീനിങ് എല്ലാം ആയതുകൊണ്ടുണ്ടോ ചില്ലെങ്കിൽ മഴ വന്നിട്ട് കുറേ കാട് പിടിച്ചിട്ടുണ്ടോ പരൻ്റെ ചുറ്റുമുട്ടെല്ലാം. അല്ലാതെ മരമെല്ലാം കൊത്തിയിട്ടെല്ലാം ഇട്ടതെല്ലാം ഉണ്ടോ. അങ്ങനെ അതെല്ലാം അവർക്ക് ക്ലീനാക്കി എടുത്തുകൊണ്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ്. ഇതെല്ലാം മഴ വന്നിട്ടായിരുന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നില്ല. എൻ്റെ ക്ലീൻ നിൽക്കുന്നു. മഴ വന്നിട്ടാകുമ്പോൾ എല്ലാം പുല്ല് നോക്കി. അങ്ങനെ ഇന്ന് സുബൈക്ക് നാഷ്ട പിണ്ടി. അങ്ങനെ അരി അരച്ചിട്ട് ഞാൻ പിട്ട് പുതുക്കാൻ വെച്ചിന. ഇത് പിണ്ടിയാക്കാൻ ചട്ടിയിലേക്ക് പിണ്ടി ഭയങ്കര ഇഷ്ടം. അങ്ങനെ പിണ്ടിയും എഗ്ഗ് കറി ആക്കാൻ ചെല്ലിട്ട് കഴിഞ്ഞ ഞാൻ ഇതിലേക്ക് പുറത്തൊക്കെ പോകാനുള്ള ടൈമായി ഗൈസ്. അങ്ങനെ സുബൈത്തെ നാഷ്ട ആക്കിക്കൊണ്ടുണ്ടോ സീറ്റ് ഔട്ടിൽ തന്നെ ആക്കുന്ന അല്ലെങ്കിൽ എനിക്ക് സീറ്റ് ഔട്ടിൽ നിന്ന് നാഷ്ട ആക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ നാഷ്ട അവിടെ തന്നെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബീഫ് ദം ബിരിയാണി ആക്കണമെന്ന് വിചാരിച്ചിന്. അങ്ങനെ ബീഫിനെ ഞാൻ ക്ലീനാക്കിയിട്ട് കുക്കർക്കിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാൻ കുറച്ച് തണ്ണിയും വെച്ചിട്ട് വേഗം വെക്കുന്നു. പിന്നെ ബിരിയാണിൻ്റെ മസാലക്കുള്ള നീരുള്ളി ടൊമാറ്റോ എല്ലാം കട്ടാക്കിക്കൊണ്ടുണ്ട് ഞാൻ. ഇതിൻ്റെ മസാലക്കുള്ള തേങ്ങ അരച്ചിട്ട് എടുത്തുകൊണ്ടുണ്ട്. തേങ്ങ അരക്കുമ്പോൾ അതിലേക്ക് ഞാൻ കാഷ്യൂ നട്ടും ഇട്ടിട്ട് അരക്കുന്നു, പേസ്റ്റാക്കുന്നു. പിന്നെ കായ്മുളക്, കൊത്തമ്പരി ചപ്പും, പിന്നെ ബഡ്സപ്പ്, മഞ്ഞൾപ്പൊടി, കൊത്തമ്പാരി പൊടി എല്ലാം ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്നു. അപ്പോൾ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും ആക്കിയിട്ട് വെക്കുന്നു. പിന്നെ ഈ അരിയിലാണ് ഞാൻ ഇന്ന് ബിരിയാണി ആക്കുന്ന. ഇത് ഞാൻ ഹൈദരാബാദിൽ നിന്ന് എടുത്തത്. ഞാൻ ഇത്ര അരി എടുത്തിന് ബിരിയാണി ആക്കാന്. പിന്നെ ഞാൻ പുറത്ത് എൻ്റെ ഹസ്ബൻഡിന് കുടിക്കാനായിട്ട് സർബത്താക്കി കൊടുക്കാനായിട്ട് പണിയാക്കുമ്പോൾ അങ്ങനെ ഇറച്ചിയും വെന്തേൻ്റെ ഇതാ ഞാൻ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കിക്കൊണ്ടുണ്ടോ. അതിലേക്ക് വേണ്ടിയിട്ട് നീർലി ടൊമാറ്റോ എല്ലാം ഫ്രൈ ആക്കി എന്നിട്ട് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് മസാല എല്ലാം റെഡിയാക്കി അരച്ച് നമ്മൾ പേസ്റ്റ് ആക്കിയതെല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ ബീഫും ഇട്ടിട്ട് കുറച്ച് പാകം വെക്കുന്നു തിളക്കോന്. അത് കഴിഞ്ഞ് എൻ്റെ കുറച്ച് പാത്രമെല്ലാം ഉണ്ടാകുന്ന കരുന്നത് അതെല്ലാം ഞാൻ കതിയിട്ട് എടുത്തുകൊണ്ടുണ്ട്. എന്താ എൻ്റെ ദമ്മ് ബിരിയാണിയും റെഡിയായി. അങ്ങനെ ഞങ്ങൾ ചോറെല്ലാം വേവിച്ച് പിന്നെ ഞാൻ എൻ്റെ കുറച്ച് തുണിയെല്ലാം ഉണ്ടാകും വാഷാക്കോന്. അതെല്ലാം ഞാൻ മെഷീനിലേക്ക് ഇട്ട് ക്ലിയറായി എന്നെ കുറച്ചും ക്ലീനാക്കി. അത് പിന്നെ ലൂടെല്ലാം അതുപോലെ മീൻ ആക്കുന്നുണ്ട് ഇങ്ങനെ.
ഇതുപോലെ തന്നെ ആക്കാനുണ്ട് ക്ലിയറാക്കിയിട്ട്. 4 ആവല്ലേ ക്ലീൻ ആയിട്ട്? ചോറ് വെച്ചിട്ട് ഉറങ്ങിയിട്ടില്ല, ക്ലീനിങ്ങിൽ തന്നെ ബിസി ആയിന്. മഴ വന്നിട്ട് ഇങ്ങനെയാണ് പുല്ലെല്ലാം കൊടുത്തിട്ട്, പിന്നെ മരമെല്ലാം കൊത്തിയിട്ടുണ്ടാകും ഇത് പോകുന്ന ടൈമിൽ, അപ്പോൾ അതെല്ലാം ഉണ്ടാകും. ഇത്ര നാളായി നമുക്ക് പുറത്ത് റിയാക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിക്കൊണ്ട് എന്നിട്ട് ഇപ്പോൾ പുറത്ത് നമ്മളെ അയാൾ കേൾക്കാം എല്ലാം ഒന്നല്ലേ അതിന് കെട്ടിയിട്ടാണ് വന്നിട്ട്. ഇതിപ്പോൾ അസർത്ത കണ്ണ റെഡിയാക്കിയിട്ട് വെച്ചിന് എൻ്റെ ഹസ്ബൻഡിന്. അങ്ങനെ ഇപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കാക്കി, ഷെയറാക്കി, സബ്സ്ക്രൈബാക്കി, കമൻറ്റാക്കി. ബൈ.